ഹായ് എവരിവൺ, സ്മൈൽ ആഫ്റ്റർനൂൺ. ഞാൻ ഡോക്ടർ ബിനിത, ടൂത്ത്ലെസ് ഫാമിലി ഡെന്റൽ ക്ലിനിക്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് പല്ല് ക്ലീൻ ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞു തരാനാണ്. പല്ല് ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വീട്ടിലിരുന്ന് പല്ല് തേക്കുന്നതിനെ കുറിച്ചല്ല കേട്ടോ. അത് നമ്മളുടെ കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ടായിരുന്നു, എങ്ങനെ പല്ല് തേക്കണം, എങ്ങനെ ചെയ്യരുത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ. അപ്പം നിങ്ങൾ എങ്ങനെയൊക്കെ പല്ല് തേച്ചിട്ടും നിങ്ങൾക്ക് തോന്നുകയാണ് വായിക്കകത്ത് അഴുക്കുകൾ പോകുന്നില്ല, അങ്ങനത്തെ കണ്ടീഷനൊക്കെ ആകുമ്പോൾ ഒബ്വിയസ്ലി നിങ്ങളൊരു ഡെന്റിസ്റ്റിനെ വിസിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ നിങ്ങൾ ഡെന്റിസ്റ്റിന്റെ അടുത്ത് എത്തുമ്പോൾ ഡെന്റിസ്റ്റ് അവരുടെ കയ്യിലുള്ള, അതായത് ഞങ്ങളുടെ കയ്യിലുള്ള ചില ഉപകരണങ്ങൾ, മെഷീൻസ് ഒക്കെ യൂസ് ചെയ്ത് ക്ലീൻ ചെയ്യുന്ന പ്രൊസീജിയറിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഇതിനെ ഞങ്ങൾ സ്കെയിലിംഗ് അല്ലെങ്കിൽ ഫുൾ മൗത്ത് ഓറൽ പ്രൊഫൈൽ ആക്സിസ് എന്നാണ് പറയുക. അൾട്രാസോണിക് സ്കെയിലർ യൂസ് ചെയ്തിട്ടാണ് നമ്മളിതിന് പല്ല് ക്ലീൻ ചെയ്യുന്നത്. കൂടെ വെള്ളത്തിന്റെ സഹായം കൂടി ഉണ്ടാവും. സോണിക് എന്ന് കേട്ടാൽ അറിയാം, സൗണ്ട് വേവ്സ് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഉള്ളില് എവിടെയൊക്കെയോ കേട്ട് വെച്ചുള്ള പോലെ പല്ല് ക്ലീൻ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന പുളിപ്പ് ഒരിക്കലും പല്ലിന്റെ ഇനാമല് നഷ്ടപ്പെടുന്നത് കൊണ്ടല്ല. അതിനെക്കുറിച്ച് ഞാൻ പറയാം. ആദ്യം, എപ്പോഴാണ് നമ്മൾ ക്ലീൻ ചെയ്യേണ്ടത്, എന്തിനാണ് ക്ലീൻ ചെയ്യേണ്ടത്, നമുക്ക് എങ്ങനെ അറിയാം നമ്മളെ പല്ല് ക്ലീൻ ചെയ്യാനായിട്ടുണ്ട്, എന്തൊക്കെയാണ് അതിന്റെ സൈനുകൾ? ഈ പല്ലിന് സപ്പോർട്ട് ചെയ്യുന്ന ശരീരത്തിലെ ഒരു ഭാഗമാണ് മോണ എന്ന് പറയുന്നത്. പല്ല് എല്ലിന്റെ അകത്ത് ഇരിക്കുവാണ്, അതിനെ പ്രൊട്ടക്ട് ചെയ്ത് അതിനൊരു ഉടുപ്പ് പോലെ കാണുന്ന ഭാഗമാണ് മോണ. നമ്മളുടെ ഇന്ത്യൻ പോപ്പുലേഷനിൽ സ്ലൈറ്റിഷ് ഗ്രേയിഷ് ബ്ലാക്കിഷ് പിങ്കിഷ് കളറിലൊക്കെ ആയിട്ട് കാണുന്ന ഭാഗമാണ് മോണ. ഈ മോണ രോഗാവസ്ഥയിലേക്ക് പോകുന്ന കണ്ടീഷനാണ് മോണരോഗം. അത് രണ്ട് വിധമായിട്ടാണ് ഞങ്ങൾ പറയാ, ജിഞ്ചവൈറ്റിസ് ആൻഡ് പെരിയോഡോണ്ടൈറ്റിസ്. ജിഞ്ചവ എന്ന് പറയുന്നത് നിങ്ങൾ വിസിബിൾ ആയിട്ട് കാണുന്ന ഈ മോണയാണെങ്കിൽ, പെരിയോഡോണ്ടൈറ്റിസ് എന്ന് പറയുമ്പോൾ നമ്മളുടെ കുറച്ചും കൂടി ഉള്ളിലോട്ട് നമ്മളുടെ ബോൺ, എല്ലിന്റെ ഉള്ളില് ഇരിക്കുന്ന പല്ലല്ലേ, അപ്പൊ ആ എല്ലുമായിട്ട് കണക്ട് ചെയ്യുന്ന ഭാഗങ്ങളെയാണ് മോണയുടെ, ആ ഭാഗങ്ങളെയാണ് പെരിയോഡോൺഷ്യസ് എന്ന് പറയുന്നത്. ഈ രണ്ട് ഭാഗങ്ങൾ, അതായത് ജിഞ്ചവൈറ്റിസ് മോണരോഗം തുടങ്ങുന്നതാണെങ്കിലും പെരിയോഡോണ്ടൈറ്റിസ് അതിന്റെ അഡ്വാൻസ് ആയിട്ടുള്ള സ്റ്റേജ് ആണ്. അപ്പോ ഇതെല്ലാം പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് എന്തൊക്കെയാണ് ഡോക്ടർ പറയുന്നതെന്ന്. എങ്ങനെയാ ജിഞ്ചവൈറ്റിസ് നിങ്ങൾക്ക് ഉണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പെരിയോഡോണ്ടൈറ്റിസ് ഉണ്ടോ എന്ന് എങ്ങനെയാ നിങ്ങൾക്ക് മനസ്സിലാവുക? നിങ്ങള് ടൂത്ത് പേസ്റ്റുകളുടെ പരസ്യം കണ്ടിട്ടുണ്ടാവും അല്ലെ? ഒരു ആപ്പിൾ എടുത്ത് കടിക്കുന്നു, അതിൽ കുറച്ച് ബ്ലഡ് കാണുന്നു. അതേപോലെ പല്ല് തേച്ച് തുപ്പുമ്പം ആ പതയ്ക്കുള്ളിൽ ബ്ലഡ് കാണുന്നു. ഇതൊക്കെ തന്നെയാണ് ബ്ലീഡിങ് ഗംസ്, അതായത് മോണയിൽ നിന്ന് രക്തം വരുന്ന അവസ്ഥ. ഇതാണ് ജിഞ്ചവൈറ്റിസിന്റെ തുടക്കം എന്ന് പറയുന്നത്. പിന്നെ എന്തൊക്കെയുണ്ട്, നമുക്ക് ചെറുതായിട്ടൊരു ഇറിറ്റേഷൻ തോന്നുക, മോണയിലെല്ലാം കൂടി ഒരു മാതിരി ഒരു ഫീൽ. അങ്ങനെ തന്നെയാണ് പേഷ്യൻസ് വന്ന് പറയാ, എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ടാണ് മോണയിൽ നിന്ന് എന്നാണ് പറയാ. പിന്നെ എന്താ തോന്നുക, ഒരു ബേണിംഗ് സെൻസേഷൻ ചിലവർ പറയാറുണ്ട്. ജിഞ്ചവൈറ്റിസ് ആയിട്ട് വരുന്നവര് മോണയിൽ അങ്ങനെ ഒരു ഫീൽ പറയാറുണ്ട്. ഇനി പെരിയോഡോണ്ടൈറ്റിസ് ആവുമ്പോഴോ, നമ്മളുടെ മോണ, പല്ലിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ മോണ കുറച്ച് അകന്ന് നിൽക്കാൻ തുടങ്ങും. അവിടെ അഴുക്കുകൾ നിറഞ്ഞിട്ട് ഈ മോണയിൽ നിന്ന് പല്ല് ഫ്രീ ആവാൻ തുടങ്ങും. അതായത് മോണ ഇങ്ങനെ വിടർന്നു വരുന്നു, പല്ല് മോണയായിട്ട് ഇത് കണക്ഷൻ ഇല്ലാണ്ടാവും. അപ്പൊ ആ ഗ്യാപ്പിനുള്ളിൽ കൂടി കൂടുതൽ അഴുക്ക് ഇറങ്ങി ഇരിക്കുകയും മോണരോഗം കൂടുതലാവുകയും ചെയ്യുന്ന ഒരു കണ്ടീഷൻ. അപ്പൊ എന്താ സംഭവിക്കുക, ഒബ്വിയസ്ലി പല്ല് ഇളകാൻ തുടങ്ങും. പല്ല് ഇളകുന്ന കണ്ടീഷൻ, അതേപോലെ നമ്മൾ എന്ത് കഴിച്ചാലും പല്ലിന്റെ ഇടയിലേക്ക് പോവാന്ന് പറയും. എന്ത് കഴിച്ചാലും പല്ലിന്റെ മോണേന്റെ ഉള്ളിലേക്ക് പോവാ, പിന്നെ ഞാനൊരു ടൂത്ത് പിക്ക് എടുത്ത് കുത്തി എടുത്തു കഴിഞ്ഞാലാണ് എനിക്ക് സമാധാനമുള്ളൂ എന്ന് തോന്നും. അതേപോലെ തന്നെ ഈ പറഞ്ഞ ടൂത്ത് പിക്ക് കൊണ്ട് വെറുതെ അപ്പുറം ഇപ്പുറമൊക്കെ ഒന്ന് കുത്തി സൂചിക്കുന്ന സ്വഭാവം കൂടി ഉണ്ടാവും. ഇതെല്ലാം മോണരോഗത്തിന്റെ ലക്ഷണങ്ങളാണ് കേട്ടോ. നിങ്ങൾക്കൊരു ടൂത്ത് പിക്കോ ഒരു പിന്നോ അല്ലെങ്കിൽ ചിലർ ഈർക്കിലും എടുത്തിട്ട് കുത്തുന്നതാണോ, അതേപോലെ പെന്നുണ്ടെങ്കിൽ പെൻസിൽ ഉണ്ടെങ്കിൽ ഇതെല്ലാം കൊണ്ട് മോണയിൽ കുത്തുന്ന ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ടോ? ഇതെല്ലാം മോണരോഗത്തിന്റെ ലക്ഷണങ്ങളാണ് കേട്ടോ. അപ്പൊ ഈ മോണരോഗം ഉണ്ടോ ഇല്ലെന്ന് നിങ്ങൾക്കിപ്പോ മനസ്സിലായി. നിങ്ങൾ ഡെന്റിസ്റ്റിന്റെ അടുത്തേക്ക് വരുമ്പോൾ ഞങ്ങളത് നോക്കുന്നു, നോക്കിയിട്ട് നമ്മൾ പറഞ്ഞു തരുന്നു നിങ്ങളുടെ വായില് അഴുക്കടിഞ്ഞിരിക്കുന്നു, അതാണ് മോണരോഗത്തിന് കാരണമായിരിക്കുന്നത്. എന്താ ഈ അഴുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാല്,
നമ്മൾ നല്ല ഭക്ഷണം കഴിക്കുന്നവരാണല്ലേ, പിന്നെ ഇവിടെ നീ അഴുക്ക് വരുന്നത് വായില്? ഈ അഴുക്ക് എന്ന് പറയുന്നത് 2 തരമുണ്ട്, പ്ലാക്ക് ആൻഡ് കാൽക്കുലസ് എന്ന് പറയും. പ്ലാക്ക് എന്ന് പറയുന്നത് നമ്മളുടെ ഭക്ഷണം കഴിഞ്ഞതിന് ശേഷമുള്ള ക്ലീനിങ് അത്ര നല്ലതല്ലാത്തത് കൊണ്ട്, നമുക്ക് സ്ഥിരമായിട്ടുള്ള ബ്രഷിങ് നന്നായി നമ്മൾ ചെയ്യാത്തത് കൊണ്ട്, നമ്മൾ ബ്രഷ് ചെയ്യുമ്പോൾ നമുക്ക് പല്ലിന്റെ ഇനാമലടക്കം തേച്ച് കളയാൻ കഴിയുമെങ്കിലും പല്ലിലെ അഴുക്ക് കളയാൻ കഴിയുന്നില്ല എന്നൊരു കണ്ടീഷൻ. ഓക്കെ, അങ്ങനത്തെ കണ്ടീഷനിൽ നമ്മൾ ബ്രഷ് ചെയ്ത് പോകുമ്പോൾ ഈ ഫുഡ് ഡെബ്രിസ് എല്ലാം ഇരുന്ന് നമ്മളെ ബാക്ടീരിയാസ് വായിക്കാത്ത ഒരുപാട് ആൾക്കാരുണ്ട് താമസാക്കിയിട്ട്, അവരെല്ലാരും കൂടി വന്ന് അവിടെ പെരുകുന്ന ഒരു അവസ്ഥയുണ്ട്. അവരവിടെ കോളനീസ് ഉണ്ടാക്കുന്നു. ആ ബാക്ടീരിയൽ കോളനി ആയിട്ട് ഇരിക്കുന്ന കണ്ടീഷനെയാണ് പ്ലാക്ക് എന്ന് പറയുന്നത്. ഈ പ്ലാക്ക് ഇരുന്നിട്ട് കട്ടിവെക്കുന്ന ഒരവസ്ഥ, അതായത് നമ്മുടെ ഉമിനീരില് ഒരുപാട് ഉപ്പ് ഉണ്ട്, ആ ഉപ്പെല്ലാം പോയി, ഉപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അടുക്കളയിൽ ഉപയോഗിക്കുന്ന ഉപ്പല്ല കേട്ടോ, പലതരം സാൾട്ടുകളുണ്ട്. ഈ സാൾട്ടുകളെല്ലാം അടിഞ്ഞു കൂടിയിട്ട് എന്ത് ചെയ്യും, കട്ടിവെക്കുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. ഈ കണ്ടീഷനെയാണ് കാൽക്കുലസ് എന്ന് പറയുന്നത്. പ്ലാക്ക് നമുക്ക് ഡെയിലി ബ്രഷിങ്ങിലും ഒഴിവാക്കാമെങ്കിലും കാൽക്കുലസിന് അങ്ങനെ ബ്രഷിങ്ങിൽ പോവില്ല. അപ്പൊ ഈ കാൽക്കുലസ് എല്ലാം നമ്മൾ ഈ അൾട്രാസോണിക് ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിച്ചിട്ടാണ് റിമൂവ് ചെയ്ത് തരുന്നത്. ഇങ്ങനെയൊക്കെ റിമൂവ് ചെയ്യുന്ന സമയത്ത് ഡോക്ടറെ പല്ല് ക്ലീൻ ചെയ്താൽ കൂടുതൽ ചോര വരുമോ? ചോര വരും. അത് നമ്മളുടെ കണ്ടീഷൻ അനുസരിച്ചിട്ടാണ്. മോണരോഗത്തിന്റെ എത്രത്തോളം കൂടുതലായിട്ടുള്ള അവസ്ഥയിലാണ് നിങ്ങൾ ഇരിക്കുന്നത് എന്നതനുസരിച്ചിട്ടാണ് നമ്മൾ പ്രൊസീജിയർ ചെയ്യുന്ന സമയത്തുള്ള നിങ്ങളുടെ ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറ്. പിന്നെ എന്താ ചോദിക്കുക, ഡോക്ടറെ പല്ല് ക്ലീൻ ചെയ്താ വിളിക്കോ? അത് ഭയങ്കര കോൺട്രവേഴ്സറി ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. നമുക്ക് അതിനെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഒബ്വിയസ്ലി പല്ല് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പല്ല് ക്ലീൻ ചെയ്യുന്നത് കൊണ്ടല്ല പല്ലിന് പുളിപ്പ് വരുന്നത് എന്ന് മാത്രം ഞാൻ ഇതിൽ പറയട്ടെ. ഇനി എപ്പോഴാണ് നിങ്ങൾ ക്ലീൻ ചെയ്യാനായിട്ട് ഡെന്റിസ്റ്റിന്റെ അടുത്ത് പോകേണ്ടത്? ഒന്ന്, ബ്ലീഡിങ് കണ്ടു കഴിഞ്ഞാൽ. രണ്ടാമത്, നിങ്ങൾക്ക് വായ്മാറ്റം ഉണ്ടെങ്കിൽ. 3, പല്ലിളകാൻ തുടങ്ങുന്നുണ്ടെങ്കിൽ എന്തായാലും. നാലാമത്, നമുക്ക് ഭക്ഷണ സാധനങ്ങൾ ചവച്ചരയ്ക്കാൻ കഴിയാത്തൊരവസ്ഥ, പല്ലുകൾക്ക് ബലം തോന്നാത്തൊരവസ്ഥ. എനിക്ക് ചവച്ചരയ്ക്കാൻ കഴിയുന്നില്ല എന്നുള്ളൊരു കണ്ടീഷൻ തോന്നും. അതേപോലെ പല്ല്, ചിലവർ പറയാ പല്ലിങ്ങനെ അമർന്ന് പൊന്തി വരുന്നു, അമർന്ന് പൊന്തി വരുന്നു എന്ന് പറയാം. ഇങ്ങനത്തെ കണ്ടീഷൻസ് ഒക്കെയാണ് നിങ്ങൾ ഡെന്റിസ്റ്റിനടുത്ത് പോകേണ്ട കണ്ടീഷൻ ആയിട്ടുള്ളത്. അപ്പം മോണരോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് എല്ലാ ഭാഗത്തേക്കും അങ്ങ് ഒരേപോലെ വരുന്ന ഒരവസ്ഥയല്ല. പ്രത്യേകിച്ച് മോണരോഗത്തിന്റെ അവസാന സ്റ്റേജുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് തുടങ്ങുന്നത് ഒരു പല്ലിനെ ബാധിച്ച് അത് നമ്മൾ നോക്കാതെ അടുത്ത പല്ലുകളിലേക്കൊക്കെ എത്തി അങ്ങനെ ഒരു ഭാഗത്തെ എല്ലാ പല്ലുകളും ഇളകി പോകുന്ന കണ്ടീഷനൊക്കെ കാണാറുണ്ട്. അപ്പൊ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ വായിലെ ഹെൽത്ത് ശ്രദ്ധിക്കുക. അതില് ഇങ്ങനത്തെ എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഡെന്റിസ്റ്റിനെ കാണാനും ഈ പറഞ്ഞ പോലെ ക്ലീനിങ് ചെയ്യാനും ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. ക്ലീനിങ്ങിന് നമ്മൾ കൂടെ പോളിഷിങ് എന്നുള്ളൊരു കാര്യം കൂടി ചെയ്യാറുണ്ട്. കാരണം ക്ലീൻ ചെയ്യുമ്പോൾ പല്ലിന്റെ സർഫേസ് പൊതുവെ റഫ് ആവാറുണ്ട്. ആ സമയത്ത് പല്ലിന് നല്ലൊരു ഗ്ലോ കിട്ടാനും സ്മൂത്ത് സർഫേസ് ആവാനും കൂടിയാണ് നമ്മൾ പോളിഷിംഗ് ആയിട്ട് ചെയ്യാറ്. അതിനുശേഷം നമ്മൾ എങ്ങനെ ബ്രഷ് ചെയ്യണമെന്നും എങ്ങനെ ആഫ്റ്റർ കെയർ ഗം മസാജുകൾ എങ്ങനെ ചെയ്യണമെന്നും എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പൊ അത് കൃത്യമായിട്ട് നിങ്ങൾ പാലിക്കുകയാണെങ്കിൽ എന്തായാലും മോണരോഗത്തിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തേക്ക് വരാൻ കഴിയും. കൂടാതെ ഈ മോണരോഗം നമ്മളെ ശരീരത്തിലെ പല സിസ്റ്റമിക് ആയിട്ടുള്ള അസുഖങ്ങൾക്കും നമുക്കൊരു സൈൻ തരുന്നത് പോലെയാണ്. അതായത് വായിൽ മോണരോഗം ഉള്ളവർക്ക് ഷുഗർ, ഡയബറ്റിസ് ഡയബറ്റിസ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ അധികമാണ്. അതേപോലെ കാർഡിയാക് ഡിസീസസ്, ഹൃദയ സംബന്ധമായ രോഗങ്ങൾ കാണാനുള്ള സാധ്യത കൂടുതലാണ്. അതേപോലെ തന്നെ പ്രഗ്നൻസി സമയത്തും ഈ മോണരോഗത്തിന്റെ അവസ്ഥകൾ വളരെ കൂടുതലായിട്ട് കാണാറുണ്ട്. അപ്പം പ്രഗ്നൻസി ഒക്കെ പ്ലാൻ ചെയ്യുന്നവര് അതിന് മുന്നേ ആയിട്ടൊന്ന് ഓറൽ ഹെൽത്ത് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. അത് എപ്പോഴും ഒന്നൊരു ചെക്കപ്പ് ഒക്കെ നടത്തി ഒരു ക്ലീനിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം പ്ലാൻ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതൊക്കെയാണ് മോണരോഗമായിട്ട് ബന്ധപ്പെട്ടുള്ള ചെറിയൊരു അറിവ്. ഇത് ഓരോ ടോപ്പിക്കായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. താങ്ക് യു ഓൾ.